അവൻ്റെ അണ്ടർവെയറിൻ്റെ പോക്കറ്റിൽ വരെ കൈയടത്തി. അത് ഒരു വനിതാ ഉദ്യോഗസ്ഥ. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്, നാർക്കോട്ടിക്സ് is a dirty business. ഈ അടുത്ത കാലത്ത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഒരു പുരുഷന്റെ വസ്ത്രം അഴിച്ച് പരിശോധിക്കുകയും അതിൽ നിന്ന് മയക്കുമരുന്നിൻ്റെ പാക്കറ്റ് കണ്ടെടുക്കുകയും ചെയ്യുന്ന വീഡിയോ ധാരാളം വൈറലാവുകയും ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് മാത്രമേ ആ സ്ത്രീയുടെ ശരീരവും വസ്ത്രവും പരിശോധിക്കാനുള്ള അധികാരമുള്ളൂ. കൂടാതെ അറസ്റ്റ് ചെയ്ത സ്ത്രീയുടെ വൈദ്യ പരിശോധന നടത്തണമെങ്കിൽ അതൊരു വനിതാ ഡോക്ടർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഒരു സ്ത്രീ ഒരു പ്രതിയായാൽ പോലും അവരുടെ മാന്യതയും സ്വകാര്യതയും ഉറപ്പാക്കാൻ പുരുഷ പോലീസ് മേധാവികൾ സ്ത്രീകളെ പരിശോധിക്കുന്നത് നിയമത്താൽ സാധിക്കുന്നതല്ല. എന്നാൽ ഒരു പുരുഷൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ പുരുഷൻ്റെ വസ്ത്രം അഴിച്ച് പരിശോധിക്കുന്നതും ശരീരം പരിശോധിക്കുന്നതും ഒരു പുരുഷ പോലീസ് മേധാവിക്കോ ഒരു സ്ത്രീ പോലീസ് മേധാവിക്കോ സാധിക്കും. അതിന് യാതൊരു നിയമ തടസ്സവുമില്ല. എന്നാൽ അങ്ങനെയല്ലല്ലോ സാർ വരെ. കുറച്ച് മാന്യതയും സ്വകാര്യതയൊക്കെ പുരുഷന്മാർക്കും കൊടുക്കാം. സ്ത്രീകൾക്കുള്ളതുപോലെ തന്നെ മാന്യതയും സ്വകാര്യതയും കുടുംബവും അമ്മയും പെങ്ങളും പെൺമക്കളും ഒക്കെ പുരുഷന്മാർക്കും ഉണ്ടല്ലോ. പൊതുജന മധ്യത്തിൽ വെച്ച് ഒരു പുരുഷൻ്റെ പാൻറ്റും ഷർട്ടും അഴിക്കുകയും അവൻ്റെ അണ്ടർവെയറിൻ്റെ പോക്കറ്റിൽ വരെ കൈയടത്തി പരിശോധന നടത്തുകയും അതും ഒരു വനിതാ ഉദ്യോഗസ്ഥ. ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കുടുംബത്തിൽ പ്രതിയുടെ അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന ആളിൻ്റെ അമ്മയും പെങ്ങളും പെൺമക്കളും ഒക്കെ ഇത് കാണുകയാണ്. അവരുടെ കുടുംബത്തിലെ പെൺജന്മങ്ങളുടെ മാനസികാവസ്ഥ കൂടി സാർമാരൊന്ന് പരിഗണിക്കേണ്ടതായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, അവൻ മയക്കുമരുന്ന് അണ്ടർവെയറിനകത്ത് വെച്ച് കടത്തിയത് കൊണ്ടല്ലേ അങ്ങനെ പരിശോധിക്കേണ്ടി വന്നതെന്ന്. ശരി, സമ്മതിക്കാം. എൻ്റെ കൂട്ടത്തിൽ ഒരു ലേഡി ഉണ്ടായിരുന്നല്ലോ, അവരുടെ വസ്ത്രം അഴിക്കുന്നതോ അണ്ടർവെയറിനകത്ത് കൈയിട്ട് പരിശോധിക്കുന്നതോ ഒന്നും ഒരു വീഡിയോയിലും കണ്ടില്ല, അതൊന്നും പ്രചരിപ്പിച്ചിട്ടുമില്ലല്ലോ. തെറ്റ് ചെയ്തത് സ്ത്രീയും പുരുഷനുമാണെങ്കിൽ നിയമം അനുസരിച്ചുള്ള പരിശോധന 2 പേർക്കിടയിലും ചെയ്യണം. അങ്ങനെ നിയമം നിങ്ങൾ കർശനമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ മയക്കുമരുന്ന് കേസിൽ ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ശരീരം പരിശോധിക്കുന്നത് ഒരു ഗസറ്റഡ് ഓഫീസറിൻ്റെയോ മജിസ്ട്രേറ്റിൻ്റെയോ സാന്നിധ്യത്തിൽ മാത്രമേ പാടുള്ളൂ. ആ വീഡിയോയിൽ ഒരു ഗസറ്റഡ് ഓഫീസറും ഒരു മജിസ്ട്രേറ്റും ഇല്ലായിരുന്നു. നിയമം പാലിക്കുമ്പം എല്ലാം പാലിച്ചങ്ങ് നടത്തണ്ടേ സാറേ? ഒരു മര്യാദ വേണ്ടേ? ഇന്ന് രാജ്യമെങ്ങും 80ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് പറയാമോ എന്നറിയില്ല, 81ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴെങ്കിലും പുരുഷന്റെ ശരീരം പരിശോധിക്കുന്നത് പുരുഷ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കണം എന്നുള്ളൊരു നിയമം വരണം. പുരുഷന്റെ ശരീരം ഒരു സ്ത്രീ പരിശോധിക്കുന്ന പ്രാകൃത നിയമം എടുത്തു മാറ്റണം. എന്നാലേ ശരിയായ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റൂ. Last but not least, narcotics is a dirty business. It's a killer drug. ആളെ കൊല്ലി ലക്ഷക്കണക്കിന് ആളുകളുടെ ശാപം ഏൽക്കേണ്ടി വരും.